ശരി, പാലക്കാട് നിന്ന് ടി നന്ദഗോപാൽ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധം MLA ഓഫീസിന് മുന്നിലേക്കൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനെ തുടർന്ന് ഓഫീസൊക്കെ പൂട്ടി അവിടെ നിന്ന് ആളുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. രാഹുൽ മണ്ഡലത്തിലുണ്ടോ? നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണ്? രാഹുലിനെ കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ പാലക്കാടുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച രാഹുൽ ഇവിടെ നിന്നും പോയതാണ്. അന്ന് ഓഫീസ് പൂട്ടിയിട്ടാണ് പോയത്. രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫുമായിരുന്നു. പക്ഷേ പിന്നീട് ഓഫീസ് തുറന്നിട്ടുണ്ടായിരുന്നു. ഓഫീസിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊന്നും രാഹുലിനെ കുറിച്ച് വിവരമില്ല. അതോടൊപ്പം തന്നെ രാഹുലിനൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന അസിസ്റ്റന്റായ ഫസൽ, ഇയാളുടെ ഫോണും ഓഫായിരുന്നു. പക്ഷേ ഇന്ന് ഫസൽ തിരിച്ചെത്തിയിട്ടുണ്ട്. രാഹുലിന്റെ ഡ്രൈവറും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർക്കും രാഹുലിനെ കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഏതായാലും അറസ്റ്റിന് തടസ്സമില്ല എന്ന നിയമോപദേശത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാണ്. പാലക്കാടിന്റെ പല മേഖലകളിലും രാഹുലിന് വേണ്ടിയുള്ള തിരച്ചിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും അന്വേഷണം വ്യാപകമാണ്. ഏതായാലും തിരുവനന്തപുരത്തായിരിക്കാം എന്നുള്ളൊരു സൂചന കൂടി ലഭിച്ചിട്ടുണ്ടെങ്കിലും പാലക്കാടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ശക്തമായ പ്രതിഷേധം മറ്റ് SFI ഉൾപ്പെടെയുള്ളവർ നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ രാഹുലിന്റെ പ്രതീകാത്മക ലുക്കൌട്ട് നോട്ടീസ് കൊണ്ടുവരികയും അത് അവിടെ മുഴുവൻ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയം മുഴുവൻ പറഞ്ഞത് രാഹുലിനെ ഭയക്കണം, ഇത്തരത്തിലൊരാളെ കണ്ടാൽ എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം എന്നുൾപ്പെടെയുള്ള രീതിയിൽ ഒരു പ്രചരണമാണ് SFI നടത്തിയത്. സ്റ്റേഡിയം സ്റ്റാൻഡിലെ മുഴുവൻ മതിലുകളിലും രാഹുലിന്റെ ഈ പ്രതീകാത്മക ലുക്കൌട്ട് നോട്ടീസ് SFI പതിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധങ്ങൾ നടത്താൻ തന്നെയാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം രാഹുലിന്റെ ഫോൺ ഇടയ്ക്കിടെ സ്വിച്ച് ഓൺ ആവുന്നുണ്ട്. ഈ കാര്യത്തിൽ പോലീസിന്റെ ഒരു സംശയം എന്ന് പറയുന്നത് രാഹുലിന്റെ ഫോൺ ഇത്തരത്തിൽ അസിസ്റ്റന്റിന്റെ കയ്യിലോ മറ്റോ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഇത് ഇടയ്ക്കിടെ ഓൺ ആവുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ഈ കാര്യത്തിലും ഔദ്യോഗികമായൊരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഏതായാലും അന്വേഷണം നടക്കുന്നുണ്ട്. രാഹുലിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി.